ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. സോ ഇനി ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. ഉറങ്ങിയണിച്ച് ആദ്യം ചെയ്യുന്ന കാര്യം മൗത്ത് വാഷും ഫേസ് വാഷൊക്കെയാണ് കേട്ടോ. മുഖം ഉറങ്ങിയണിച്ചത് വീർത്തിരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാൽ ഇനി അതെല്ലാം ഒന്ന് മാറി ഒരു നോർമൽ ഫേസിലോട്ട് ആവുള്ളൂ. ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി നമുക്ക് താഴോട്ട് പോകും. താഴെ എനിക്ക് ബെഡ് കോഫി നിർബന്ധമാണ്. പല്ല് തേക്കുന്നതിന് മുന്നേ കോഫി കുടിക്കണം. അപ്പോൾ താഴെ അമ്മ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് പോയി താഴെ പാച്ചൊക്കെ ഉറങ്ങി എണീച്ചോട്ടെ. ഞാനാണ് ലേറ്റായി ഉറങ്ങി എണീക്കാൻ. നമുക്ക് അങ്ങനെ ഞാനിതാ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ അത് അവരുടെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇവന് 1 വയസ്സായിരുന്നു. എത്ര പെട്ടെന്നല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇന്ദു ചേച്ചി അത് അവിടെ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണെങ്കിൽ അയൺ ചെയ്യുന്ന തിരക്കിലൊക്കെയാണ്. ഞാനാണെങ്കിൽ എണീക്കാൻ ലേറ്റായത്. കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളക്കും കാര്യങ്ങളൊക്കെ. അമ്മയുടെ വലിയൊരു ക്ലാസ്സിലാണ് കേട്ടോ ചായ കൊണ്ടുവന്ന് തന്നത്. ഇവിടെ നിറയെ ചെടികളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇവിടെ നിന്നാണ് ചെടികളൊക്കെ എടുത്തിട്ട് പോവുക. കണ്ട ഇവിടെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതൊന്നല്ല, നിറച്ചും ചെടികളായിരുന്നു. പൂത്ത് തളർത്ത് നിൽക്കുന്ന അങ്ങനെ ചെടികളായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴെല്ലാം കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് പാമ്പിനെല്ലാം കാണുന്നത് കൊണ്ട് ചെടികളെല്ലാം കുറച്ചതായിരിക്കാം മേ ബി, എനിക്ക് തോന്നുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും അറിയില്ല, നിറച്ചും ചെടികളായിരുന്നു. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം പരിപാലിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചെറിയ ചെറിയ തൈകളൊക്കെ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഇവിടെ ഈ തളിരിട്ട് വരുന്ന പോലെയൊന്നും എൻ്റെ വീട്ടിൽ വരാറില്ല കേട്ടോ. പാലക്കാട് അത്രയും ചൂടുള്ളതുകൊണ്ടായിരിക്കും. ഓർക്കിഡൊക്കെ കണ്ടു. ഈ പൂവൊക്കെ ഒരാഴ്ചയോളം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചെടിയിൽ. നല്ല ഭംഗിയാണ് കാണാൻ. ശ്രീയായിട്ട് ഫുൾ ഓട്ടത്തിലാണ് കേട്ടോ. ഞാനത് റൂമെത്തി എനിക്ക് റെഡിയാവാനുണ്ട്. ഇങ്ങനെ കുറേ ലൈറ്റ് ഇടാം. അവരുടെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ചെറിയ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വെഡ്ഡിങ് കാർഡ്സ്. പിന്നെ ഇത് ഫുൾ മെസ്സിയായി കിടക്കും കേട്ടോ. പിന്നെ ഈ കബോർഡ് കാണിച്ചു തരാം. ഇതൊരു ലിപ്സ്റ്റിക്കിൻ്റെ കൂമ്പാരമാണ്. ഒരു ഫാൻസി ഷോപ്പ് തന്നെയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ള ഒരു സാധനം തപ്പിയെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് കേട്ടോ. ബിഗ് ബോസിലൊക്കെ ടാസ്ക് ഉണ്ട്, അതുപോലത്തെ ഒരു ടാസ്ക്കാണ്. ആവശ്യമുള്ള സാധനം തപ്പിയാൽ കാണില്ല കേട്ടോ. അവസാനം എന്താ ഞാൻ കണ്ടുപിടിച്ചത്. എന്തായാലും ഞാൻ തപ്പി നടന്ന സാധനം. ഇനി ഫേസൊക്കെ ഒന്ന് റേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ മിന്ത്രയിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങി. ഒരു 2500 ആയിരുന്നു ഇതിൻ്റെ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയാണെങ്കിൽ ഇത് അവിടെ ഇന്ദു ചേച്ചിക്കെല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ചേച്ചി റെഡിയാവാൻ. ഞാൻ എന്താ ഫുള്ളി റെഡിയായിട്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതുമല്ല ഷാനു വീഡിയോ കോളിലും ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ റെഡിയായി. അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ. നല്ല വെയിലും നട്ടപ്പൊരി വെയിലത്താണ് ഞങ്ങളിനി ഫോട്ടോഷൂട്ടിന് പോകുന്നത് കേട്ടോ. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പാച്ചു, പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുക, ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും എന്താ ഇങ്ങനെ വെറി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ ഡ്രസ്സ് അവന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നാൽ പോലും അവൻ കുറേയൊക്കെ ഇതാ സഹിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങളതാ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇത് ആയുധങ്ങളൊക്കെ ഉണ്ട് ചിരിപ്പിക്കാനുള്ളത്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലായിട്ടാണ് അവസാനം. അവരെല്ലാം ഫ്രീ ആയി നടക്കുകയാണ്. ഞാനിതാ ബാഗൊക്കെ പിടിച്ചിട്ട് വല്ല എന്താ പറയുക അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ പോലെ ഞാൻ പോകുന്നത്. ഇനി ഇതാ കാട്ടിലും വീട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ട്. ഫൈനൽ ലുക്കൊക്കെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പാച്ചു ആണെന്നുണ്ടെങ്കിൽ നിലത്തിരുത്തിയിട്ട് ക്യാമറ നോക്കില്ല. ഫുൾ പുല്ലിലും വീട്ടിലൊക്കെ ആയിരുന്നു അവൻ്റെ കളി കേട്ടോ. ചെറിയ കുട്ടികളല്ല, അവർക്ക് അതൊക്കെ ആയിരിക്കും കൗതുകം. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ പോകുന്ന. സമയം 11:30 കഴിഞ്ഞു. അപ്പോൾ അതാ പാലക്കാട് നിന്ന് എല്ലാവരും എത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. എൻട്രൻസിൽ തന്നെ ഇതങ്ങനെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ജംഗിൾ തീമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സേഫ്റ്റി മുഖ്യം വെയിലേ, സേഫ്റ്റി വിട്ട് കളിയില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പാച്ച് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ്.
கொஞ்சம் காதல் வளர உள்ள வைக்கும் வளர வந்தா தேடியே தன்ன நேரம் நிற்குதுமோ கொசுக்குது நார்மத்திக்குதம்மா நெஞ்சம் கூட்டி வச்சத தொலைச்சிட்டம்மா கட்சி சேர நிற்குது கண்ணழைக்குது புண்ணனிடமா அங்கு தேங்கி நிற்குது வந்தெடுத்துக்கோவா யாரும் பார்த்து நின்று பேசவில்லை காத்து நின்று கொடுத்ததில்லை நீயும் வந்து பார்த்ததால பனையும் கத்துக்கிட்டு கண்மறைச்சு போற புள்ள முன்னடைச்சது யாரும் இல்ல ஓ மனசில் தான் விழுந்த நானும் தங்கிடவே என்னமே உன்னால திருநாள கண்ணமே கண்ணால கொண்டு சிறந்து பின்னால காலம் தந்து வச்ச ரட்சகன் சிம்ஹாரகன் கண்ணனை மன்னவனே മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി കയ്യാളും നീ മരത്തുമ്മേ തൊട്ടാ വീഴും മിഠായി കുട്ടേ മട്ടേ കുണ്ടേ വന്ന വാരക്കോട്ടം മിഠായി കിട്ടി നട്ടാ കേട്ടോ കുട്ടി കിട്ടും മിഠായി മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും നയവനെ അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കനും ബീഫും മട്ടനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കപ്പ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, കുറച്ച് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അതെന്തായാലും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇതാ ഉണ്ണിയും ശ്രീകുട്ടിയും ശരണ്യും എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ തന്നെ. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ഞങ്ങൾ ഗ്യാങ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഐസ്ക്രീം വാങ്ങാനായിരുന്നു കേട്ടോ പോയത്. അതിൻ്റെ കൂടെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായി കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറേ പേരൊക്കെ നേരത്തെ വണ്ടീനുള്ളിലോട്ട് കയറിയിട്ട്, അപ്പോൾ ഇനി ഇതാ പിള്ളേരൊക്കെ തന്നെ ഉള്ളൂ. ഉണ്ണിയും ശ്രീകുട്ടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് പേരൊക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതായത് ശ്രീയേട്ടൻ എല്ലാവരും യാത്രയാക്കാനും വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങളിതാ എല്ലാവരും ബസ്സിലോട്ട് കയറി. ഇനി ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഇനി അവിടുന്ന് അങ്ങോട്ട്. A few moments later. പരിപാടികളൊക്കെ കഴിഞ്ഞ് വീടെത്തി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളി
എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി. തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം പാട്ടിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം.